പ്രിയമുള്ളവരെ, ഷാവലിംഗ് ക്യാഫ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ പി എ ലത്തീഫ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആയോധന കലകളിൽ ലെഗ് സ്ട്രെച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരല്പ വ്യായാമങ്ങളാണ്. പരിശീലിക്കാൻ നല്ലത് സ്കൂൾ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ അത് പരിശീലിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് പല പല മോഡലുകളുണ്ട്. അതിൻ്റെ ഒരു സെക്ഷനാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കൊക്കെ പരിശീലിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം. അതിന് മറ്റുള്ള ഉപദേശങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും എന്ന് ഉറപ്പെടുത്തുന്നു. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും ആയോധന കല സംബന്ധമായ വിവരങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വിവിധ കലകളിലുണ്ടാവും. കളരി ഉണ്ടാവും, കരാട്ടെ ഉണ്ടാവും, കുംഫു ഉണ്ടാവും, തൈക്കോണ്ടോ ഉണ്ടാവും, ജൂഡോ ഉണ്ടാവും, അതുപോലെ യോഗ ഉണ്ടാവും. ഇങ്ങനെയുള്ള കായിക വിനോദങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ അതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരം കാര്യങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന ഉറപ്പുറത്തിലൂടെ തുടർന്നുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോയുടെ സ്വഭാവം എന്തായിരിക്കും എന്ന് കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ലെഗ് സ്ട്രെച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുംഫുവിലെ വ്യായാമ രീതികളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊരു വ്യായാമത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ ശരീരം ഒന്ന് വാമ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശരീരം വാമ ചെയ്യുന്ന എക്സസൈസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരീരം വാമ ചെയ്യാൻ തന്നെ പല പല മോഡലുകളുണ്ട്. അതിൻ്റെ വിശദമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ, ഇനിയും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചാനലിൽ വിസിറ്റ് ചെയ്യുക. അതിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുള്ളവർ അറിയിച്ചാൽ മതി. അവർക്ക് കോൺടാക്ട് നമ്പർ തരാം. അതിനുള്ള വിശദമായ വിവരങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പങ്കുവെക്കും. എന്തായാലും ആദ്യമായിട്ട് അവർ ചെയ്യുന്ന എക്സസൈസ് ഇതൊരു 4 കൗണ്ടിൽ വരുന്ന ഒരു കാര്യമാണ്. ഓരോ തവണ ചെയ്യുമ്പോഴും അത് 4 ഡയറക്ഷനിലാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ആദ്യം കൈകൾ ഒരുമിച്ച് ചേർത്ത് ഫ്രണ്ടിലോട്ട് വരുന്നു, അപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. പിന്നെ പുറകിലോട്ട് പോകുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യണം. സൈഡിലേക്ക് വരുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യണം. പോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതാണ് ഈ എക്സസൈസ്. ഓരോ എക്സസൈസിലും ഏകദേശം 10 തവണകളായിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മാറ്റം വരാൻ പാടില്ല. 5 ചെയ്യുന്നെങ്കിൽ എല്ലാ സൈഡിലേക്കും 5 ചെയ്യുക. 10 ചെയ്യുന്നെങ്കിൽ എല്ലാ സൈഡിലേക്കും 10 ചെയ്യുക. ഇത് തൈ സിറ്റപ്പാണ് ചെയ്യുന്നത്. തൈ സിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന കാലിൻ്റെ സ്റ്റെപ്പുകൾ നോക്കുക. അതുപോലെ തന്നെ കാലിൻ്റെ മുട്ടുകൾ വളയാതെ, നിർത്തി വെക്കുന്ന കാലിൻ്റെ മുട്ട് ഒരു കാരണവശാലും വളയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഇത്ര തന്നെ അമർന്നിരിക്കാൻ സാധിക്കില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് പയ്യെ അങ്ങനെ അമർന്നുകൊണ്ടിരിക്കും. നമുക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന പോലെ ഒരു കൗണ്ട് തന്നെ ഡബിൾ ചെയ്യാൻ സാധിക്കും. അവരിപ്പോൾ ഒരു കൗണ്ട് കേൾക്കുമ്പോൾ 2 സൈഡിലേക്കും ഇരുന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അതൊന്നും തുടക്കക്കാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഇത് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. അത് ഫിംഗറിൽ അമർത്തി പിടിക്കുക. അത് പാദം അമർന്നിരിക്കണം. അത് നിലത്തുനിന്ന് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യുന്നത്. ഇതും ചെയ്യുന്നത് ഇത് സെയിം മോഡൽ തന്നെ. ഓരോ സൈഡിലേക്ക് ഇരിക്കും, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 തവണ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനൊക്കെ ഏറ്റവും ഉത്തമമായ മാർഗം, നിങ്ങളെ പരിസരത്ത് ഏതെങ്കിലും ഒരു ആയോധന കല പരിശീലന അധ്യാപകൻ ഉണ്ടെങ്കിൽ അവിടെ അത്തരം ക്ലാസ്സുകളിൽ പോയിട്ട് ഒരു അധ്യാപകന്റെ കീഴിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കൂടി മനസ്സിലാക്കിയിരിക്കുക. അത് ഏത് കലയായാലും കുഴപ്പമില്ല. ഇപ്പോൾ ചെയ്യുന്ന അതിൻ്റെ മറ്റൊരു മോഡലാണ്. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ കാല് എങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാല് നിർത്തി വെക്കുന്ന കാല് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കും. കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് ബെൻഡ് വരാൻ ശ്രമിക്കും. ആ ബെൻഡ് ഒഴിവാക്കി ചെയ്യുക. അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഊരഭാഗങ്ങൾക്ക് ഒരല്പം വിശ്രമം കൊടുക്കുക എന്ന നിലക്ക് ഇരു സൈഡിലേക്കുമായിട്ട് 10 തവണ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ചെയ്യുന്നത് അവർ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടാണ്. ബ്രീത്ത് ഇൻ ചെയ്യേണ്ടത് മൂക്കിലൂടെയും ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത് വായിലൂടെയാണ്. അതിൻ്റെ ഗ്യാപ്പിൽ ഒരു 5 തവണയോ 10 തവണ ഒക്കെ ചെയ്യാം. ഇനി അടുത്തത് അവർ ചെയ്യാൻ പോകുന്നത് ലെഗ് എക്സസൈസ് ആണ്. ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ലെഗ് എക്സസൈസ് ആണ് ഓൾറെഡി. ഇത് ഒരു കൗണ്ട് വരുന്ന സമയത്ത് കാല് നേരെ വീശിയിട്ട് വലതുകാലാണെങ്കിൽ വലത് ചെസ്റ്റിലേക്ക് ടച്ച് ചെയ്യുന്ന അത്ര ഉയരത്തിൽ പൊക്കാൻ ശ്രമിക്കുക. തുടക്കക്കാർക്ക് അത്ര തന്നെ പൊക്കാൻ സാധിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാല് പൊക്കുന്ന സമയത്ത് ബ്രീത്ത് വായിലൂടെ ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്തും ബ്രീത്ത് ഔട്ട് ചെയ്യണം. എഴുന്നേറ്റ് നിന്ന് ബ്രീത്ത് ഉള്ളിലേക്ക് വലിക്കുക. ഈ കുട്ടികൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ
കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ കോൺടാക്ട് നമ്പർ തരും. ചെറിയ കുഞ്ഞു മക്കൾ വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ ആയോധന പരിശീലനം ആരംഭിക്കാം എന്നുള്ളതാണ്. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് കായികക്ഷമത വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല ഫുഡും. ഇത് മറ്റൊരു മോഡലാണ് ചെയ്യുന്നത്. ഒരു കാലുകൊണ്ട് തന്നെ ഇന്നർ ക്രസൻറ്റും ഔട്ടർ ക്രസൻറ്റാണ് ചെയ്യുന്നത്. കൈകൾ 2 സൈഡിലേക്കും വൈഡാക്കി വെച്ചിട്ട് ഒരു കാലുകൊണ്ട് തന്നെ 2 കൈയിൻ്റെ ഉൾഭാഗത്തും കാലുകൊണ്ട് ടച്ച് ചെയ്യുന്ന എക്സസൈസാണ് ചെയ്യുന്നത്. ഈ ടച്ചിങ് വരുമ്പോൾ ഒക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലിന് 10 തവണയാണെങ്കിൽ അടുത്ത കാലിനും 10 തവണ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കക്കാർക്ക് ഒരിക്കലും തന്നെ ഇത്ര തന്നെ ഉയരത്തിൽ കാല് പൊക്കാൻ സാധിക്കില്ല. അത് ഘട്ടം ഘട്ടമായിട്ട് ശരിയാവും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കാലിൻ്റെ മുട്ടുകൾ വളയാതെ പൊക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഈ പൊക്കുന്ന കാലിൻ്റെ മുട്ടുകൾ വളയരുത്. അങ്ങനെ കാലിൻ്റെ മുട്ടുകൾ വളയാതെ എത്ര കണ്ട് ഉയർത്താൻ സാധിക്കുമോ അങ്ങനെ ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് അത് ഉയർത്തി കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ചെയ്യുന്ന ഈ കുട്ടികൾ ചെയ്യുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള പരിശീലനം ഉണ്ടെങ്കിൽ 100% അവർ സ്ട്രെച്ച് ആവും കാല്. ഇത് ബട്ടർഫ്ലൈ എക്സസൈസ് ആണ്. ഇത് ചെയ്തതിന് ശേഷം കാലിൻ്റെ ഗ്യാപ്പുകൾ ലൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്. പൂമ്പാറ്റയുടെ ചിറക് വിടർത്തുന്നത് പോലെ. ഇനി അടുത്തത് ചെയ്യുന്നത് ഇതേ ഇരുന്ന് കൊണ്ട് തന്നെ നെറ്റിഭാഗം കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. ശരീരത്തിൻ്റെ വഴക്കത്തിനനുസരിച്ച് അത് അമർന്നുകൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ അമരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചെയ്യുന്ന ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നിർത്തിവെച്ച കാല് നിർത്തി വെക്കുമ്പോൾ അത് രണ്ടും സ്ട്രൈറ്റ് ആയിരിക്കും. കാലിൻ്റെ മുട്ട് പൊങ്ങാൻ പാടില്ല. ആ മുട്ടിലേക്ക് നമ്മുടെ നെറ്റിഭാഗം കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ആ വലിച്ചെടുത്ത ബ്രീത്തിനെ ഔട്ട് ചെയ്യുക. ഇത് ശരിക്ക് അമർന്ന് ടച്ച് ചെയ്തിരിക്കുകയാണ് വേണ്ടത്. ഒരു കൗണ്ടിൽ അമർന്നിരിക്കുക, സെക്കൻഡ് കൗണ്ടിൽ നേർന്ന് നിന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇരുന്നു കൊണ്ട് ബ്രീത്ത് മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിക്കുക. 2 കൗണ്ട് ഒരു രണ്ടാമത്തെ കൗണ്ട് വരുമ്പോൾ ഡൗൺ ചെയ്തുകൊണ്ട് കാലിൻ്റെ മുട്ടിൽ നെറ്റ് കൊണ്ട് ടച്ച് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ഇത് ഇന്ന കലകൾ തന്നെ പഠിക്കണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ആയോധന കല പരിശീലിക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് എന്നൊരു അഭിപ്രായമാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ട് ആയോധന കലയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നും കൂടി മനസ്സിലാക്കുക. ഇത് സൈഡിലേക്കുള്ള സ്ട്രെച്ചാണ്. സ്ട്രെച്ച് 3 ഇരു സൈഡിലേക്കും വരും. ഫ്രണ്ടിലോട്ട് വരും, സൈഡിലേക്കും വരും. അപ്പോൾ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഫ്രണ്ട് അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ഈ കുട്ടികൾ കണ്ടില്ലേ, ഇതൊക്കെ ശരിക്കും കുട്ടികളായതുകൊണ്ട് അവർക്ക് കൂടുതൽ റിസ്ക് എടുക്കാതെ തന്നെ, കൂടുതൽ പരിശീലിക്കാതെ തന്നെ, കൂടുതൽ കഠിനാധ്വാനം ചെയ്യാതെ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് സ്ട്രെച്ച് ആകുന്ന അർത്ഥം. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഗ്യാപ്പുകൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും എന്നും കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ തുടക്കത്തിൽ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള എക്സസൈസിലേക്ക് നിങ്ങളെ കുട്ടികൾ തയ്യാറാവുമ്പോൾ നിർബന്ധമായിട്ടും അവരുടെ ഊരയുടെ ഭാഗം, അതായത് വയറിൻ്റെ ഭാഗത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് ടൈറ്റാക്കി നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ചെയ്യുമ്പോൾ 2 കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം ടച്ച് ചെയ്തുകൊണ്ട് ഫിംഗറിൻ്റെ ഭാഗം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങോട്ടാണോ തിരിയുന്നത് അവിടെയുള്ള കാല് മടമ്പ് ടച്ച് ചെയ്ത് നിൽക്കാനും ബാക്ക് സൈഡിലുള്ള കാല് നിലത്ത് അമർത്തിയിരിക്കാനും വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഊര റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കൗണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് റൊട്ടേഷൻ ചെയ്യുക. 5 തവണ അങ്ങോട്ടാണെങ്കിൽ 5 തവണ അങ്ങോട്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ഇനി വിശദമായ കാഴ്ചകൾ വേണമെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കുള്ള പരിഹാരവുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് കടന്നു വരും. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.